എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഡ്രാഗൺ ചിക്കൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. റെസ്റ്റോറൻറ്റിലൊക്കെ കഴിക്കുന്ന ടേസ്റ്റിൽ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം. നമ്മൾ സാധാരണ ചില്ലി ചിക്കനൊക്കെ ചെയ്യുന്ന അതേ രീതിയിലാണ്, എങ്കിലും കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളിവിടെ നീളത്തിലരിഞ്ഞ ചിക്കൻ പീസുകളാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉള്ള കുരുമുളകും ഉപ്പും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നീളത്തിൽ എന്ന് പറയുമ്പം വളരെ തിന്നായിട്ട് 2 ചിക്കൻ്റെ ബ്രസ്റ്റാണ് നമ്മൾ നീളത്തിലരിഞ്ഞ് കൊടുത്തിട്ടുള്ളത്. ഉപ്പും കുരുമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലവർ കൂടി ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. മൈദയോ ഗോതമ്പ് പൊടിയോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഇതിൽ ഓപ്ഷണലാണ്, നമ്മൾ ചിക്കനിൽ ചേർത്തിട്ടുണ്ട്, എന്നാലും കുറച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 മുട്ട ചേർക്കുന്നുണ്ട്. മുട്ട ഓപ്ഷണലാണ്, പക്ഷേ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പം നല്ലൊരു സോഫ്റ്റ്നെസ്സിനും അതുപോലെ അതിന് ക്രിസ്പിനെസ്സിനും വേണ്ടിയിട്ടാണ് മുട്ടയും കൂടെ ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ മുട്ടയോടൊപ്പം തന്നെ കുറച്ച് സോയാ സോസും കൂടി ഇട്ട് കൊടുത്താലും കുഴപ്പമില്ല. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലൊരു തിക്കായിട്ടുള്ളൊരു ബാറ്ററായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരുപാട് ലൂസും ആകരുത്, ഒരുപാട് കട്ടിയും ആകരുത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉപ്പും കുരുമുളകും കൂടി ഇട്ട് പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഡ്രാഗൺ ചിക്കൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ അരിയുന്നതെല്ലാം നീളത്തിലാണ് അരിയുന്നത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ എടുക്കുന്നതാണ് നല്ലത്. വെളിച്ചെണ്ണയിൽ എടുത്താൽ വെളിച്ചെണ്ണയുടെ ആ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പം തീ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം ചിക്കൻ ഇടുമ്പോൾ ഒരുപാട് അടുക്കി ഇടാതെ ഒന്നിടവിട്ട് സ്പേസ് ഇട്ട് വറുത്തെടുക്കുക. അപ്പോൾ നമുക്കത് പെട്ടെന്ന് ഇളക്കിയെടുക്കാനും അത് പെട്ടെന്ന് ഫ്രൈ ആയും കിട്ടും. അപ്പോൾ നമ്മളെല്ലാ ചിക്കനും കൂടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് റെഡിയായി കിട്ടില്ല. അപ്പോൾ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് കുറച്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുക. അപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ചിക്കൻ നന്നായിട്ട് വേവണം. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്തെല്ലാം ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഡ്രാഗൺ ചിക്കൻ ആക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, 6 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകുമാണ് വളരെ പൊടിയായിട്ട് അരിഞ്ഞത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഒരുപാടങ്ങ് ബ്രൗണൊന്നും ആകണ്ട, ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിലേക്ക് നമ്മളൊരു സ്പ്രിംഗ് ഓണിയൻ്റെ വൈറ്റ് ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചൈനീസ് ഡിഷസൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും സ്പ്രിംഗ് ഒണിയൻ ഇടുമ്പോഴാണ് അതിന് കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നന്നായിട്ട് തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, സ്പ്രിംഗ് ഒണിയൻ ഒന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, എക്സ്ട്രാ ആയിട്ടൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 സവാള നീളത്തിലരിഞ്ഞത്, ഒരുപാട് തിന്നായിട്ട് അരിഞ്ഞതല്ല, കുറച്ച് കട്ടിയിൽ നീളത്തിൽ അരിഞ്ഞിട്ടുള്ളതാണ്, അതിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതുപോലെ നമ്മൾ ചൈനീസൊക്കെ ചെയ്യുമ്പോൾ അതിൽ ഉള്ളി, ക്യാപ്സിക്കം അതൊന്നും അങ്ങ് ഒരുപാടങ്ങ് കുക്കായി പോകരുത്, എന്നാൽ ആവശ്യത്തിന് കുക്കാകുകയും വേണം. അപ്പോൾ അതൊന്ന് വാടി വരട്ടെ. അപ്പോൾ സവാള ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഏതെങ്കിലും ഒരു കളർ ഇട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ പല കളറും ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ 3 കളറിലുള്ള ക്യാപ്സിക്കം ഒരു 1/4 ഭാഗം വീതം നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തീ എപ്പോഴും കൂട്ടി വേണം നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ വെക്കാനായിട്ട്. തീ കൂട്ടിയിട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ലായിരുന്നു, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കാരണം ഇനി നമ്മൾ സോയാ സോസൊക്കെ ചേർക്കുമ്പോൾ അതിൽ കുറച്ച് ഉപ്പുണ്ട്. അപ്പോൾ നോക്കിയിട്ട് അവസാനം നമുക്ക് ചേർക്കാം. ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഉള്ളിയും അതുപോലെ തന്നെ ക്യാപ്സിക്കം ഒക്കെ നന്നായിട്ട് സോട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ചേർക്കുന്നത്. ഇത് ഡാർക്ക് സോയാ സോസാണ്. കഴിവതും ഇന്ത്യൻ കടകളിൽ നിന്നും സോയാ സോസ് വാങ്ങിക്കുക, അപ്പോഴാണ് കറക്റ്റ് ആ കളർ കിട്ടുക. അപ്പോൾ ഇവിടെയൊക്കെ കിട്ടുന്ന സോസ് എന്ന് പറയുന്നത് വളരെ ലൈറ്റായിട്ടുള്ളതാണ്, അതിനൊരു കളറും ഇല്ലാത്തതാണ്. ഇതിലേക്ക് നമ്മളിനി 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചില്ലി സോസാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സോയ സോസാണ് ശരിക്കും നമ്മുടെ ഈ ഡ്രാഗൺ ചിക്കനായാലും ചില്ലി ചിക്കനായാലും അതിൻ്റെയൊക്കെ ഒരു കളർ കൊടുക്കുന്നത് സോയ സോസ് തന്നെയാണ്. അപ്പോൾ എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം.
തീ ഇപ്പോഴും കൂട്ടി തന്നെയാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഹണി ചേർത്ത് കൊടുക്കുക. ഹണി തികച്ചും ഓപ്ഷണലാണ്. ഹണിക്ക് പകരം നിങ്ങൾക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹണി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നന്നായിട്ട് ഈ മസാലയൊക്കെ ഒന്ന് കോട്ടായി ഇതിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവർ കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പം ഇതിലേക്ക് നല്ല സോസി ആയിട്ട് നമ്മുടെ ഗ്രേവി ഇരിക്കും. അതുപോലെ ഒരുപാട് ഗ്രേവി ഇല്ല, വളരെ കുറച്ചാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പ് വെള്ളം മതിയാകും. അതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ കോൺഫ്ലവർ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് നോക്കാം, വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നല്ല ക്രീമി ആയിട്ട് നല്ല സോഫ്റ്റായിട്ട് നമ്മുടെ ചിക്കനും അതുപോലെ നല്ലൊരു ഗ്രേവി ആയിട്ട് ഇത് കിട്ടും. അപ്പോൾ നമ്മുടെ ഡ്രാഗൺ ചിക്കൻ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനം നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ്റെ പച്ച ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം. ഏറ്റവും അവസാനം ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളുത്ത എള്ളും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഡ്രാഗൺ ചിക്കനിൽ വെളുത്ത എള്ള് ഇടാറുണ്ട്, അതുപോലെ തന്നെ കാഷ്യൂനട്ടൊക്കെ റോസ്റ്റ് ചെയ്തും ഇടാറുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിവിടെ വെളുത്ത എള്ള് മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് ഡ്രാഗൺ ചിക്കൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല എരിവും പുളിപ്പും മധുരവും എല്ലാം കൂടെ മിക്സായി വരുന്നൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്